എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം 2 ആഴ്ച മുമ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒഫീഷ്യലി പുറത്തുവിട്ടു. അപ്പോൾ അതിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് എന്നായിരിക്കും ഉണ്ടാകുക എന്ന് നിരവധി വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് അതിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് എന്നായിരിക്കും വരിക, അത് +2 പരീക്ഷാ ഫലത്തിനൊപ്പം തന്നെ റീവാലുവേഷൻ ഫലം ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ മോസ്റ്റ് പ്രോബബിളി പറഞ്ഞാൽ റീവാലുവേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് മാസം 12-ാം തീയതി ആയിരുന്നു വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷനുള്ള ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മെയ് മാസം 17-ാം തീയതിയാണ്. മെയ് മാസം 21-നാണ് എന്ത് ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി എന്ത് ചെയ്യുന്നത് +2 പരീക്ഷാ ഫലം അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് +2-വിൻ്റെ ഒപ്പം +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വരുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു 90% നോ എന്നാണ് പറയാൻ സാധിക്കുക. കാരണം 12-ാം തീയതി വരെ എന്ത് ചെയ്യായിരുന്നു, നമുക്ക് റീവാലുവേഷന് വേണ്ടി ആപ്ലിക്കേഷൻ അയക്കാമായിരുന്നു. അപ്പോൾ മെയ് മാസം 21-നാണ് +2 പരീക്ഷാഫലം പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്രയും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് റീവാലുവേഷൻ നടത്തുമോ എന്നുള്ളത്, അതിൻ്റെ ഒപ്പം തന്നെ വരുമോ എന്നുള്ളതും 90% ഡൗട്ടാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളോട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, മെയ് മാസം 30-ഓ 31-നോ ആകും, മെയ് മാസം 30-ഓ 31-നോ ആകും തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യും റീവാലുവേഷൻ റിസൾട്ട് വരും. മെയ് മാസം 30 or 31 അതിനുള്ളിൽ തന്നെ. കാരണം നിങ്ങൾക്കിപ്പോൾ ഇനി +2 കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഡിഗ്രി പോലുള്ള അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകാനിരിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്കതിൻ്റെ ഈ റീവാലുവേഷൻ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് വൈകിച്ചുകൊണ്ട് പോകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് മെയ് 30-നകം അല്ലെങ്കിൽ 31-നകം തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും റീവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ +2 പരീക്ഷാഫലം മെയ് മാസം 21-ന് വരും. അങ്ങനെ വരുമ്പോൾ +2-വിനൊപ്പം തന്നെ വരുമോ എന്നുള്ള ചോദ്യം ഡൗട്ടാണ്. കാരണം +2-വിനൊപ്പം തന്നെ വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്ന് വന്നാലും എപ്പോൾ വന്നാലും ഉടൻ അറിയാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെയിം ഇസ് കറിയ, ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.